നൂറ്റാണ്ടായിരുന്നു അത്. ബ്രിട്ടീഷ് ഭരണകൂടം പ്രവിശ്യയെ വർഗീയമായി വിഭജിക്കുവാനുള്ള തീരുമാനത്തിനെതിരെ ബംഗാൾ മുഴുവൻ കോപത്താൽ ജ്വലിച്ചു. ഈ കോപം മൂലമുണ്ടായ പ്രക്ഷുബ്ധതയിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഐക്കോണിക് ഗാനം വന്ദേ മാതരം പിന്നീട് സ്വദേശി പ്രസ്ഥാനത്തിന്റെ റാലിയുടെ മുദ്രാവാക്യമായി മാറി. വിപ്ലവ ജാഥകൾക്ക് നേതൃത്വം നൽകുന്നതിനിടെ രവീന്ദ്രനാഥ് ടാഗോർ ആലപിച്ചതും അരവിന്ദാഘോഷ് തന്റെ ദേശീയവാദ മാസികയുടെ പേരായി വാഴ്ത്തിയതുമായ വന്ദേ മാതരം എന്ന ഗാനത്തിന്റെ ആവേശകരമായ വാക്കുകൾ കൊളോണിയൽ ഭരണത്തിനെതിരെ പോരാടുന്ന ഒരു രാഷ്ട്രത്തിന്റെ സംഭാവനയെ പിടിച്ചെടുത്തു. 1920കളോടെ ഇത് വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു. ആ സമയത്ത് തന്നെ രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ അസംബ്ലി ഇത് ഇന്ത്യയുടെ ദേശീയ ഗാനമായി പ്രഖ്യാപിച്ചു. 1838 ജൂൺ 27 ബംഗാളിലെ നോർത്ത് 24 പർഗാനാസയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ച ബംഗീം മിഡ്നാപുരിയിലെ ഡെപ്യൂട്ടി കളക്ടറായി സേവനമനുഷ്ഠിച്ച ചന്ദ്ര ചതോപാധ്യായയുടെ മകനായിരുന്നു. കുട്ടിക്കാലം മുഴുവൻ മിടുക്കനായ വിദ്യാർത്ഥിയായിരുന്ന അദ്ദേഹം കൊൽക്കത്തയിലെ പ്രശസ്തമായ പ്രസിഡൻസി കോളേജിൽ നിന്ന് ആർട്സിൽ ബിരുദം നേടുന്നതിനു മുൻപ് ഹൂഗ്ലി മെക്സിൽ കോളേജിൽ പോയി. പിന്നീട് ബംഗീ നിയമം പഠിക്കുകയും പഠനം പൂർത്തിയാക്കിയ ശേഷം സർക്കാർ ഉദ്യോഗാർത്ഥിയായി ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. ജെസോറിലെ ഡെപ്യൂട്ടി കളക്ടറായി അദ്ദേഹത്തെ നിയമിക്കുകയായിരുന്നു. ബ്രിട്ടീഷ് കൊളോണിയലിസം ഇന്ത്യയുടെ സമ്പന്നമായ നാഗരികതയെയും സമ്പദ് വ്യവസ്ഥയെയും എത്രമാത്രം പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കുവാൻ തുടങ്ങിയത് ഈ ഒരു കാലയളവിലാണ്. ബംഗാളിലെയും വിശാലമായ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെയും സാഹിത്യ നവോത്ഥാനത്തിലെ ഒരു പ്രധാന വ്യക്തിയായി ബങ്കിം ചന്ദ്ര ചാറ്റർജി പരക്കെ കണക്കാക്കപ്പെടുന്നു. നോവലുകൾ, ഉപന്യാസങ്ങൾ, വ്യാഖ്യാനങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ ചില രചനകൾ പരമ്പരാഗത പദ്യാധിഷ്ഠിത ഇന്ത്യൻ സാഹിത്യത്തിൽ നിന്ന് വേർപിരിഞ്ഞ് ഇന്ത്യയിലുടനീളമുള്ള എഴുത്തുകാരെയും പ്രചോദിപ്പിച്ചു. ദേശീയതയുടെ വികാരം ഉള്ളിൽ വളർന്നു വന്നപ്പോൾ ബങ്കിം തന്റെ വിളി എഴുത്തിൽ കണ്ടെത്തി. അദ്ദേഹത്തിന്റെ ആദ്യമായി പ്രസിദ്ധീകരിച്ച കൃതി രാജ്മോഹന്റെ ഭാര്യ എന്ന നോവൽ ഇംഗ്ലീഷ് ആയിരുന്നു. ബഹുജനങ്ങൾക്കും വിദ്യാസമ്പന്നരായ വരേണ്യവർഗത്തിനുമിടയിലുള്ള വിടവ് നികത്തുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹം താമസിയാതെ ബംഗാളിലേക്ക് മാറി. പാശ്ചാത്യ ചിന്തയുടെ മായിക ലോകത്തിൽ അന്താളിച്ചു നിന്ന ബംഗാളി ഭാഷയെയും ബംഗാളികളെയും പാരമ്പര്യത്തിന്റെ തനിമയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനായി അദ്ദേഹം ബംഗാൾ ദർശൻ എന്ന ബംഗാളി പത്രം ആരംഭിച്ചു. രവീന്ദ്രനാഥ് ടാഗോറിനെ പോലുള്ള മഹാരഥന്മാരുടെ സാന്നിധ്യം കൊണ്ട് ബംഗാൾ ദർശൻ വളരെ പെട്ടെന്ന് തന്നെ ജനപ്രീതി നേടിയെടുത്തു. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഊർജ്ജ സ്രോതസ്സും പിൽക്കാലത്ത് ഭാരതത്തിന്റെ ദേശീയ ഗീതവുമായി മാറിയ വന്ദേ മാതരം ഈ മഹാന്റെ ഉത്കൃഷ്ടമായ രചനാ വൈഭവത്തെ വെളിവാക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ് തുടങ്ങിയ ധീരദേശാഭിമാനികൾക്കെല്ലാം ഒരേപോലെ സ്വീകാര്യമായി മാറിയ ഗാനമാണിത്. ബംഗാളിൽ ഒന്നിനു പുറകെ ഒന്നായി 3 ക്ഷാമങ്ങൾ ഉണ്ടായ സമയത്ത് എഴുതിയ ആനന്ദമഠം 1770കളുടെ തുടക്കത്തിൽ ഫക്കീർ സന്യാസി കലാപത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ ഒരു കൂട്ടം സന്യാസിമാരുടെ കഥയായിരുന്നു. കൊളോണിയൽ അധികാരികൾ നിരോധിച്ച ഈ മാസ്റ്റർ പീസിലാണ് വന്ദേമാതരം ആദ്യമായിട്ട് ഒരു കവിതയായിട്ട് പ്രസിദ്ധീകരിച്ചത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് 1872 അദ്ദേഹം ബംഗാൾ ദർശൻ എന്ന പേരിൽ ഒരു പ്രതിമാസ സാഹിത്യ മാസികയും സ്ഥാപിച്ചു. അതിലൂടെ അദ്ദേഹം ബംഗാളി സ്വത്വത്തിന്റെയും ദേശീയതയുടെ ആവിർഭാവത്തെ പ്രോത്സാഹിപ്പിച്ചു. വായനക്കാർക്കിടയിൽ വളരെ പെട്ടെന്ന് തന്നെ വലിയ ഹിറ്റായിട്ട് മാറിയ സാങ്കല്പിക കഥകളും നോവലുകളും അദ്ദേഹം എഴുതുവാൻ തുടങ്ങി. കൗമാരപ്രായത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ ബങ്കിം മാസികയുടെ വലിയ ആരാധകനായിരുന്നു. അതിന്റെ പുതിയ പതിപ്പിന്റെ വരവിനായിട്ട് ആകാംക്ഷയുടെ കാത്തിരുന്നൊരു കാലം തന്നെ ഉണ്ടായിരുന്നു. വാസ്തവത്തില് മാസികയോടുള്ള തന്റെ വലിയ ആവേശം അദ്ദേഹം പിന്നീട് തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ ഓർക്കുന്നു. ബങ്കീമിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിരവധി നോവലുകളും കഥകളും ഉപന്യാസങ്ങളും എഴുതി. അവ പിന്നീട് പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ചെയ്തു. 1882 ബംഗാൾ ദർശൻ പുറത്തിറങ്ങിയതിന് ഏകദേശം ഒരു പതിറ്റാണ്ടിനു ശേഷം രാജ്യത്തിനുള്ളിൽ കൊളോണിയൽ വിരുദ്ധ വികാരങ്ങൾ ഇളക്കി വിടുന്നതിനുള്ള ശക്തമായ ഒരു സാഹിത്യ ഉപകരണമായി വർത്തിക്കുന്ന ഒരു നോവൽ ബങ്കീം ആവിഷ്കരിച്ചു. 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിൽ രവീന്ദ്രനാഥ് ടാഗോർ വന്ദേ മാതരത്തിന് ഒരു മഹത്തായ രാഗവും നൽകി. ആദ്യമായി അത് പരസ്യമായി ആലപിച്ചു. 1905 ബംഗാൾ വിഭജന സമയത്ത് ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ റാലി മുദ്രാവാക്യമായി മാറി. താമസിയാതെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ശക്തമായ പ്രതീകവുമായി മാറി. എന്നിരുന്നാലും 1951 വന്ദേ മാതരത്തിന് പകരം ടാഗോറിന്റെ ജനഗണമനയാണ് രാജ്യത്തിന്റെ ദേശീയ ഗാനമാക്കുവാൻ ഭരണഘടന അസംബ്ലി തീരുമാനിച്ചത്. വിഭജനത്തിന് ശേഷം ഗാനത്തിന്റെ ചരിത്രപരമായ വൈവിധ്യവും സാമുദായിക അസ്വസ്ഥതകൾ ഉണ്ടാക്കുവാനുള്ള പ്രവണതയും സംബന്ധിച്ച് വിമർശകർ ഉന്നയിച്ച സംശയങ്ങളാണ് ഈ തീരുമാനത്തിന് കാരണം. മാതൃരാജ്യത്തെ അളവറ്റ് സ്നേഹിച്ച വന്ദേ മാതരത്തിലൂടെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിനെതിരായ സമരത്തെ
പ്രചണ്ഡവും പ്രബുദ്ധയുമാക്കി തീർത്ത ആ ധീരദേശാഭിമാനി 1894 അന്തരിച്ചു.